പൂനീന്തു. നമസ്കാരം. ഞാൻ പൂർണ്ണേന്ദു എക്സ്പ്ലോറിംഗ് ട്രഡീഷണൽ ആർട്സ് എന്ന ഗ്രൂപ്പിലെ സുചിത്ര നിലയങ്കോടാണ്. ഞങ്ങൾ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ 8 പേർ ചേർന്നിട്ട് ഒരു ഹിമാലയ ദർശന യാത്രയിലാണ്. ഹിമാലയത്തിലെ കിന്നർ വാലി, സ്പിതി വാലി എന്നീ ദുർഗമമായ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത്. എല്ലാ കാലവും വളരെ കട്ടിയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന പഞ്ചകൈലാസത്തിലൊന്നായ കിന്നർ കൈലാസം താഴെ മാറി നിന്ന് തൊഴുത് നമസ്കരിക്കുകയും ചെയ്തു. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് 15,000 അടിയിൽ മീതെയുള്ള റെസ്റ്റോറൻറ്റ്, ഏറ്റവും അവസാനത്തെ ചിത്കുൾ ഗ്രാമം, ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ബോക്സ്, ആ പോസ്റ്റ് ബോക്സിൽ ഒരു കത്തും പോസ്റ്റ് ചെയ്ത് വളരെ നിർമ്മലമായ ചന്ദ്രതാൾ സന്ദർശിച്ച് അടൽ ടണൽ വഴി മണാലിയിൽ എത്തി. 9 പേരുടെ ഈ ഗ്രൂപ്പിൽ മാനസ സരോവരവും കൈലാസവും ദർശിച്ചവരും പരിക്രമണം ചെയ്തവരും ഉണ്ട്. നമുക്ക് അവരിൽ ഒരാളായ ഡോക്ടർ ആര്യ കെ ഒന്ന് പരിചയപ്പെടാം. ഡോക്ടർ ആര്യ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി റിട്ടയർ ചെയ്ത ശേഷം ധാരാളം യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമസ്കാരം ആര്യ. ആര്യ വൈസ് ചാൻസലറായിട്ട് റിട്ടയർ ചെയ്ത ശേഷം ധാരാളം യാത്രകൾ നടത്തുന്നുണ്ട് എന്ന് കേട്ടു. ഇപ്പം അടുത്ത് തന്നെ കൈലാസം മാനസരോവർ യാത്രയൊക്കെ ചെയ്തു എന്ന് കേട്ടു. അവിടെ വെച്ച് കേരളത്തിൻ്റെ തനതായ തിരുവാതിരകളി നിങ്ങൾ അവതരിപ്പിച്ചു എന്നും കേട്ടു. ഭഗവാന്റെ മുമ്പിൽ, കൈലാസനാഥൻ്റെ മുമ്പിൽ തന്നെ തിരുവാതിര അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നോ? അതേപോലെ തന്നെ കേരള ഡ്രസ്സ് അവിടെ എന്തായാലും ഇട്ട് തിരുവാതിര അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? അതേപോലെ തന്നെ ഇപ്പം കൈലാസ യാത്രയിൽ എന്തൊക്കെയാണ് നമുക്ക് ആവാത്ത രീതിയിലുള്ള എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നുള്ളതൊക്കെ ഒന്ന് പറയാമോ? പലപ്പോഴും നമുക്ക് ഭഗവാന്റെ രൂപം അവിടെ കൈലാസത്തിൽ അവിടെ തന്നെ കാണുന്നു എന്ന് തോന്നാറുണ്ട് പലർക്കും. അതേപോലെ പാർവതി ദേവിയും ശിവനും ഒക്കെ കൂടി ഇരിക്കുന്നത് പോലെ തോന്നാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തോ? അങ്ങനത്തെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറയൂ. പാർവതി വല്ലഭ, കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ തോന്നുന്നത് കുറച്ച് പറയാം. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ യാത്രകളൊക്കെ തുടങ്ങിയത്. അതുവരെ ഔദ്യോഗിക തിരക്കുകൾ കാരണം ഒന്നും നടന്നിട്ടില്ല. പിന്നീട് എന്താ പറയണ്ടേ, ഔദ്യോഗിക തിരക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രാരബ്ധങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ റിട്ടയർ ചെയ്തതിന് ശേഷം യാത്രകളൊക്കെ കുറേശ്ശെ തുടങ്ങി. ആ യാത്രകളൊക്കെ തന്നെ ചെയ്തത് ഏറ്റുമാനൂരുള്ള ഒരു യോഗി ട്രെയിൽസ് ആൻഡ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഒരു ട്രാവൽ ഗ്രൂപ്പുമാണ്. അതിൻ്റെ സാരഥികളായിട്ടുള്ള ശ്രീജിത്ത് നമ്പൂതിരിയും സുഭാഷ് ഭട്ടതിരിയും അവർക്ക് പിന്തുണയായി പ്രൊഫസർ സരിത അയ്യരും കൂടിയാണ് അതിൻ്റെ നടത്തി. കുറേ കുട്ടികളും ഉണ്ട് അവർക്ക് സപ്പോർട്ടായിട്ട്. അപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകാം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ അവരിലേക്ക് ആകർഷകരായത്. അപ്പോൾ കുറേ യാത്രകളൊക്കെ ചെയ്തു. പിന്നീട് ഈ കൈലാസ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞുനാൾ തൊട്ട് തന്നെ എനിക്ക് എൻ്റെ സ്വപ്നഭൂമിയായിരുന്നു കൈലാസനാഥൻ. അതായത് ചെറുപ്പത്തിൽ അച്ഛൻ വൈകുണ്ഠലോകത്തെക്കുറിച്ച് പറയുമായിരുന്നു, ശിവലോകത്തെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഭാവനയിൽ കാണുമായിരുന്നു. എനിക്കെന്താണ് അവിടെ, എങ്ങനെയാണ് പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാൻ, എങ്ങനെയാണ് ശിവനും പാർവതി, എങ്ങനെയാണ് കൊട്ടാരമാണോ, ഇങ്ങനെ ഓരോ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിലൊക്കെ കാണുമായിരുന്നു. അതിനുശേഷം 2003 MK രാമചന്ദ്രൻ സാറിൻ്റെ പുസ്തകം ഇറങ്ങിയപ്പോൾ അത് എനിക്ക് വായിക്കാനുള്ള അവസരം കിട്ടി. അത് എത്ര വട്ടം വായിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിൻ്റെ ഓരോ വരികളും ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് അതെല്ലാം ഞാൻ എൻ്റെ ഭാവനയിൽ കണ്ട് ഞാൻ അതിനെ വിഷ്വലൈസ് ചെയ്തു. ഞാൻ അവിടെ നിൽക്കുന്നതായിട്ടും ഞാൻ ഭഗവാനെ കാണുന്നതായിട്ടും ഒക്കെ അത്രയ്ക്ക് എനിക്ക് ഞാൻ കൈലാസനാഥനെ കാണണം എന്നുള്ളൊരു മോഹത്തോടു കൂടിയാണ്
ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. പക്ഷേ ഈ യാത്ര എന്ന് പറയുന്നത് ഭഗവാൻ വിളിച്ചാലേ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പുള്ള ഇവരുടെ കൈലാസ യാത്രയ്ക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ട, ഒരു നിമിത്തമെന്ന വണ്ണം ഞാൻ അതിലേക്ക് വന്ന് വീഴുകയായിരുന്നു. പിന്നെ ഈ യാത്രയ്ക്ക് മുന്നിൽ കുറേ മുന്നൊരുക്കങ്ങൾ ചെയ്യണം. അത്ര എളുപ്പത്തിൽ നമ്മൾ ഈ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കുന്ന പോലെ അല്ല കൈലാസ ദർശനം, കൈലാസ മന്ദിരം കാണാൻ പോകുന്നത്. അതിന് ഒരുപാട് പരിക്രമണവും വിഷമവും ഉണ്ടാവും. ബുദ്ധിമുട്ടുകളുണ്ട്, പരീക്ഷണങ്ങളുണ്ടാവും, കഠിനമായ അനുഭവങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചൊക്കെ ഇവർ ഞങ്ങൾക്കൊരു 2 മാസം മുന്നേ തന്നെ ഓൺലൈനായിട്ട് സൂം മീറ്റിങ്ങിൽ നടത്തുമായിരുന്നു. അതായത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 കാര്യം, എല്ലാം ഒന്നും പറയുന്നില്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ശാരീരിക ക്ഷമതയാണ്. അപ്പോൾ ദിവസവും ഒരു 5 കിലോമീറ്ററെങ്കിലും നടന്ന് നമ്മളുടെ ശരീരവും നമ്മളുടെ ശ്വസന പ്രക്രിയയും നമ്മളുടെ ഹൃദയതാളവും നമ്മളുടെ മസിൽസും ഒക്കെ അതിനോട് ഒന്ന് ചേർന്ന് പോകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അത് പറഞ്ഞ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഒരു 7-8 കിലോമീറ്റർ വെച്ച് നടക്കുമായിരുന്നു എന്നും. അതിനോടൊപ്പം തന്നെ ബ്രീത്തിങ് എക്സസൈസ് അതൊരു അവിഭാജ്യ ഘടകമാണ്. എന്തായാലും നമ്മൾ വളരെ ഉയരത്തിലേക്കാണ് പോകുന്നത്. 15,000-19,000 അടി ഉയരത്തിലേക്കാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ അവിടെ പ്രാണവായു വളരെ കുറവാണ്. അപ്പോൾ എത്ര പ്രാണവായു ഉണ്ടോ ഇപ്പം നമ്മൾ എടുക്കുന്നതിൽ ഒരു 1-2% പ്രാണവായു കൂടുതൽ എടുക്കാനായിട്ട് നമ്മുടെ ലങ്സിനെ പാകപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യണം. അതിനായിട്ട് ശ്രീജിത്തിൻ്റെ വൈഫ് ആശ ഞങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ് സെഷൻസ് തന്നിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കലി വേണ്ടുന്ന കാര്യങ്ങൾ. മെൻ്റലി വേണ്ടുന്ന കാര്യം നമ്മൾ ഭഗവാനിലെല്ലാം അർപ്പിച്ച് ഭഗവാന് ഭക്തിയോടുകൂടി ഏറ്റവും നല്ല വിശ്വാസത്തോടുകൂടി പുറപ്പെടുക എന്നുള്ളത്. അതിനായിട്ട് വേണ്ടുന്നത് നമുക്ക് ഒരു സത്സംഗമാണ്. അത് പ്രൊഫസർ സരിത അയ്യർ ഞങ്ങൾക്ക് 2-3 തവണ സത്സംഗം നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏതൊരു യാത്രയ്ക്ക് പോകുമ്പോഴും ഒരു മാർഗബന്ധു സ്തോത്രമുണ്ട്. അപ്പയ്യ ദീക്ഷിതരുടെ സ്തോത്രമാണത്. അതിപ്പോൾ കൈലാസ യാത്ര ആയിക്കൊള്ളുന്നില്ല, ഏതൊരു യാത്രയ്ക്കും നമ്മളുടെ യാത്രയിൽ ബന്ധുവായിട്ട് ഭഗവാൻ ഉണ്ടാവണേ എന്നുള്ളത്. അതിൻ്റെ കൂടെ കുറേ ഗണേശ ഗായത്രി, പ്രാതസ്മരാമി സ്തോത്രം, ഉമാമഹേശ്വര സ്തോത്രം, കൈലാസ മന്ദിര ദർശനം, ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് എന്നും രാവിലെയും വൈകിട്ടും ചൊല്ലി നമ്മൾ ആ മനസ്സിനെ പാകപ്പെടുത്തി ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് അത് വളരെയധികം ഉപകാരം ആയിരുന്നു. അതുപോലെ തന്നെ പ്രൊഫസർ സരിത പറഞ്ഞു, പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ശിവൻ്റെ അമ്പലത്തിൽ പോയി പിൻവിളക്ക്, ഒരു കുപ്പി നെയ്യ് പിൻവിളക്ക് കൊടുക്കണം. അതിനെന്താണെന്ന് വെച്ചാൽ സിംഹോദരനെ ഭഗവാൻ നമ്മൾക്കൊപ്പം ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാത്ര ചെയ്യാനായിട്ട് നമ്മളുടെ ഒപ്പം യാത്രയാക്കും. തിരിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു കുപ്പി നെയ്യ് കൊടുത്ത് സിംഹോദരനെ നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചേൽപ്പിക്കും. അങ്ങനെ ഒരു സങ്കല്പമുണ്ടത്രേ. ഇതെല്ലാം ചെയ്തതുകൊണ്ടാണോ, ഭഗവാനിൽ അത്രയും ഞാൻ അർപ്പിച്ചത് കൊണ്ടാണോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഈ കൈലാസ യാത്രയിൽ. ഈ ദർശനം വളരെ സുഖമായിരുന്നു. ഒരു ബുദ്ധിമുട്ടോ ഒരു ശ്വാസതടസ്സമോ ഒരു ഓക്സിജൻ്റെ കുറവോ ഒന്നും തന്നെ ഉണ്ടായില്ല. മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം, മനസ്സിൽ പോകുമ്പോൾ ആഗ്രഹിച്ചിരുന്നത് ദക്ഷിണാമൂർത്തിയെയും പടിഞ്ഞാറ് ദിക്കിലും വടക്കുന്നാഥനെയും എനിക്ക് തൊഴാൻ സാധിക്കണേ. അവിടെ 3 എനിക്ക് നമസ്കരിക്കാൻ ആകണേ. ഒരു കൂവളത്തിലെങ്കിലും അവിടെ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണേ. കർപ്പൂരം ഒഴിയാൻ സാധിക്കണേ. ഇതൊക്കെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയത്. അതിലേക്ക് എൻ്റെ എല്ലാം ഞാൻ അതിലേക്ക് അങ്ങ് അർപ്പിച്ചിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ യാത്രയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് വിഷമങ്ങളും ഉണ്ടായിരുന്നു. ആഹാരമൊക്കെ ഞങ്ങൾക്ക് നേപ്പാളിൽ ഞങ്ങളുടെ കൂടെ ഒരു കുക്കിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു. നമ്മൾക്കായിട്ട് ഫുഡ് വളരെ നല്ല ഫുഡ് ഇവർ തരുന്നത്. വെജിറ്റേറിയനാണ്. രാവിലെ നമുക്ക് ഓട്സ് തരും. നമ്മുടെ വയറിന് പറ്റുന്ന, നമ്മൾക്ക് പറ്റുന്ന മസാലകളും നമ്മൾക്ക് പറ്റുന്ന എണ്ണയും ഒക്കെ ആയിട്ടുള്ള റോട്ടി, ചോറും കിച്ചടി, ഇതൊക്കെയായിരുന്നു ഭക്ഷണം. പിന്നെ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സും സാലഡും എല്ലാം ഉണ്ടായിരുന്നു. അതായത് നമ്മൾക്കൊരു സമീകൃത ആഹാരമാണ് ഇവർ തന്നെ. പുറത്തുനിന്നുള്ള ഒന്നും ഞങ്ങൾ ആരും കഴിച്ചില്ല. ആർക്കും വയറിനൊരു അസുഖവും വന്നിട്ടില്ല. വെള്ളം വരെ അവർ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെയായിരുന്നു.
പിന്നെ യാത്രയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല, എല്ലാ യൂട്യൂബ് ചാനൽസിലും ഇവിടെ കൂടെ എങ്ങനെയൊക്കെ പോയി എന്നൊക്കെ അറിയാം. ഞങ്ങളും കാത്മണ്ഡു വഴിയാണ് പോയത്. തിരുവനന്തപുരത്തു നിന്ന് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഒരു മകൻ ജർമ്മനിയിൽ നിന്ന് വന്നു. അതാണ് അത്ഭുതം. അമ്മയെ കൊണ്ടുപോകാനായിട്ട് വന്ന ഒരു അനന്തവും ശൈലജയും, പിന്നെ ഞങ്ങൾ 3 പേര്. ഗൗരി ചെറുവള്ളി എന്ന് പറഞ്ഞ ഒരു ഏടത്തി, പിന്നെ ഡോക്ടർ മാർത്താണ്ഡുള്ള സാറിൻ്റെ മോള് ഡോക്ടർ കമല, അനന്തപുരി ഹോസ്പിറ്റലിൽ ഡോക്ടർ കമല, പിന്നെ ഞാനും. ഞങ്ങൾ 5 പേരാണ് തിരുവനന്തപുരത്ത്. ബാക്കിയുള്ളവരൊക്കെ കൊച്ചിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഒക്കെ ആയിരുന്നു. എന്തായാലും 36 പേരടങ്ങുന്ന ഈ ഒരു സംഘം എല്ലാവരും കൂടി ഞങ്ങൾ മെയ് 20-ാം തീയതി കൈലാസ ദർശനത്തിനായിട്ട് പുറപ്പെട്ടു. കാഠ്മണ്ഡു വഴിയാണ് യാത്ര. ആദ്യം ആ യാത്രയെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആദ്യം നമ്മൾ ഭഗവാനെ കാണുന്ന ആ ഒരു സന്ദർഭം, നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സിലുള്ള ആഹ്ലാദം എങ്ങനെ പറഞ്ഞറിയിക്കുന്നറിയില്ല. ദാർച്ചൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ആദ്യമായിട്ട് ഭഗവാനെ കണ്ടു തുടങ്ങുന്നത്. നമ്മൾ ബസ്സിലിങ്ങനെ പോകുമ്പോൾ അങ്ങ് ദൂരെ എല്ലാ ഹിമാലയ സാനുക്കൾക്കും മുകളിലായിട്ട് ഭഗവാന്റെ ആ ശിവലിംഗ രൂപം പൊങ്ങി നിൽക്കും. അത് കാണുമ്പോൾ മനസ്സിന് വരുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് തന്നെ നോക്കിയിരിക്കും. എല്ലാവരും ഫോട്ടോ എടുക്കലും തിരക്കൊക്കെ ആയിരുന്നു. എനിക്ക് ഫോട്ടോ എടുക്കാൻ പോലും തോന്നിയില്ല, നമഃശിവായ ചൊല്ലാനേ തോന്നിയുള്ളൂ. എന്തായാലും അതാണ് ദാർച്ചനിൽ പോയിട്ട്. ദാർച്ചനിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇടതുവശത്തായിട്ട് സരോവറും കാണാൻ പറ്റും. അതിന് അന്ന് അവിടെ നിന്നിട്ട് ആ ദിവസം ഭഗവാനെ കൈലാസ മന്ദിരം ഏറ്റവും അടുത്ത് കാണുന്നത് നമുക്ക് അഷ്ടപദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഏകദേശം ഒരു 150 മീറ്റർ തൊട്ട് അടുത്ത് വരെ നമ്മൾക്ക് പോകാം. അഷ്ടപദിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പുരാണങ്ങളിലും കഥകളിലും ഒക്കെ വായിക്കുന്നുണ്ട്. അവിടെ നന്ദീപർവ്വതമുണ്ട്, നന്ദീശ്വരൻ. നമ്മളറിയാലോ, മഹാദേവൻ്റെ അമ്പലത്തിൽ പോയാൽ മുമ്പിൽ നന്ദീശ്വരനെ ആദ്യം വണങ്ങും ഇല്ലേ? അതേപോലെ കൈലാസ മന്ദിരത്തിൻ്റെ നേരെ മുന്നിലൊരു നന്ദീപർവ്വതമുണ്ട്. അത്ഭുതം തോന്നും. ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു സന്ദർഭമാണത്. അതേപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് രാവണൻ കൈലാസനാഥനെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കയറിട്ട് വരിഞ്ഞ് കെട്ടിയെന്ന് എടുത്ത് പൊക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ആ 3 വരകളും അവിടെ നിന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ ഈ പുരാണങ്ങളിൽ വായിക്കുന്നു, കഥകളിൽ അറിയുന്നു, പറഞ്ഞറിയുന്നു. ഇതൊക്കെ നമ്മൾക്ക് നേരിട്ട് നമ്മളുടെ കണ്ണുകളിൽ കൂടി കാണാമെന്ന് പറയുന്നത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ അറിയില്ല. അത്രയ്ക്ക് സന്തോഷമായിപ്പോയി. അത്രയ്ക്ക് എത്ര തൊഴുതാലും മതിയാവില്ല. ഇതൊക്കെ ശരിയാണല്ലോ. അതേപോലെ തന്നെ ഗംഗ ഉത്ഭവിക്കുന്ന ഭഗവാന്റെ നെറുകയിൽ നിന്നാണെന്ന് നമ്മൾ അവിടെ ഇങ്ങനൊരു ചാലുപോലെ ദൂരെ നിന്നുണ്ട്. അതും നമുക്ക് കാണാം. ഞങ്ങൾ ചിലപ്പോൾ അത് മഞ്ഞുറഞ്ഞു കിടക്കുകയായിരുന്നുകൊണ്ട് വെള്ളം ഒഴുകി വരുന്നു. പക്ഷെ താഴെ എത്തിയപ്പോൾ അത് വെള്ളമായിട്ട് ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ നെറുകയിൽ നിന്ന് തന്നെയാണ് ഗംഗാദേവിയുടെ ഉത്ഭവം എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ ഐതിഹ്യങ്ങളിൽ വായിച്ചതൊക്കെ സത്യമാണ്, മിഥ്യയല്ല. നമ്മളിത് കണ്ണുകളിൽ കാണുമ്പോൾ വരുന്ന ആ ഒരു സംതൃപ്തി, ആ ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണ് ഭഗവാൻ. ആ ഒരു ശക്തിയുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഏറ്റവും അടുത്ത് ഭഗവാൻ. അവിടെ ഒരു 1-2 മണിക്കൂർ ചെലവഴിച്ച് കുവളത്തിലേക്ക് സമർപ്പിച്ചു. അവിടുന്ന് അതേപോലെ തന്നെ അഷ്ടപദ് എന്ന പേര് അത് പറയണോ ഞാൻ? ഉള്ള കാരണം എന്താ വെച്ചാൽ, ജൈനന്മാരുടെ ആദ്യത്തെ തീർത്ഥങ്കരയായിട്ടുള്ള ഋഷഭദേവൻ 8 അടി വെച്ചിട്ട് അങ്ങ് മോക്ഷം പ്രാപിച്ചു ഭഗവാനിലേക്ക്. അതുകൊണ്ടാണ് ജൈനമതത്തിലാണ് അതിന് അഷ്ടപദ് എന്നുള്ളൊരു പേര് നൽകിയത്. അതിനുശേഷമാണ് നമ്മളൊക്കെ അത് അഷ്ടപദ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതാണ് ആദ്യത്തെ നമ്മളുടെ കൈലാസ ദർശനം ഏറ്റവും അടുത്ത് കാണുന്നത്. അത് നമ്മളുടെ സൗത്ത് ഫേസാണ്, ദക്ഷിണാമൂർത്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ദക്ഷിണാമൂർത്തിയാണല്ലോ ജ്ഞാനത്തിൻ്റെ ദൈവം. സരസ്വതി ദേവിക്ക് പോലും ജ്ഞാനം പകർന്നു നൽകിയത് ദക്ഷിണാമൂർത്തി. അവിടെ നിന്ന് എല്ലാവർക്കും നല്ല ജ്ഞാനമുണ്ടാവണേ, നമുക്ക് കുടുംബത്തുള്ളവർക്കെന്നല്ല, ഈ ലോകത്തിന് മുഴുവൻ നാശത്തിലേക്ക് പോവാതെ കാത്തോളണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്കപ്പോൾ പറ്റുള്ളൂ. അത് നമുക്ക് ഞാൻ എന്ന ഭാവം, എൻ്റെ കുഞ്ഞുങ്ങളല്ല എൻ്റെ കുടുംബം എന്നുള്ള ഭാവം എല്ലാം മറക്കും നമ്മൾ അവിടുന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോയി മാനസരോവറിൻ്റെ തീരത്തേക്ക്. മാനസരോവറിൻ്റെ തീരത്തിന് ബ്രഹ്മാവ് മനസ്സുകൊണ്ട് തീർത്ത സരോവരമാണ് മാനസരോവർ എന്നാണ് പറയപ്പെടുന്നത്. അത് അപ്സരസുകൾക്ക് കുളിക്കാനും പാർവതി ദേവിക്ക് തോഴിമാരുമായിട്ട് വന്ന് കുളിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് അവിടുത്തെ ഓരോ കല്ലുകളും പാർവതി ദേവി മഹാദേവനെ ധ്യാനിച്ച് കൊണ്ടുവന്നിട്ടതാണ് എന്നാണ് പറയുന്നത്. വളരെ പുണ്യമായിട്ടാണ് പറയുന്നത്.
മരം കോച്ചുന്ന തണുപ്പ്, വെള്ളത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തണുപ്പ്. പക്ഷേ എന്നാലും ഞങ്ങളെല്ലാവരും കുറേ പേര് എല്ലാ ഷൂ എല്ലാം ഊരിയിട്ട് അതിലിറങ്ങി. ഞാനൊരു 10-20 മിനിറ്റ് മാനസരോവറിലിറങ്ങി. ഇവിടെ കുളിക്കാൻ ഇപ്പോൾ സമ്മതിക്കില്ല, പണ്ടൊക്കെ സമ്മതിക്കുമായിരുന്നു. ഇപ്പോൾ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ നിയമം അങ്ങനെയായി. അതുകൊണ്ട് അവിടെ ചെന്ന് നിന്ന് പ്രോക്ഷണം ചെയ്തു. പിതൃക്കൾക്കും മഹാന്മാർക്കും ഉള്ള ബലിതർപ്പണവും എല്ലാം ചെയ്ത് 10-20 മിനിറ്റ് അവിടെ നിന്ന് അവിടുത്തെ തീർത്ഥജലം ഒരു കുപ്പിയിലാക്കി അവിടെ നിന്നുള്ള ഈ മഹാദേവൻ്റെ കല്ലുകളും കുറേ പറക്കി ഞങ്ങൾ തിരികെ പോന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ ശരിക്കും പരിക്രമം തുടങ്ങുന്നത്. പരിക്രമണത്തിന് ആദ്യം യമദ്വാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെല്ലുന്നത്. അവിടെ യമദ്വാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, യമൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ. അത് ഭഗവാനെ കാക്കുന്നതാണ്. നമ്മൾ വിശ്വാസമില്ലായ്മയോ അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ്, എനിക്കിതൊക്കെ നടക്കാൻ പറ്റും, ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൂ, ശ്വാസതടസ്സം എനിക്കൊന്നും വരില്ല, അങ്ങനെ ഒരു ഞാനെന്ന ഭാവത്തോടെയോ ഒരു അഹംഭാവത്തോടെ പോകുന്നവർക്ക് ആർക്കും യമദ്വാർ കടക്കാൻ പറ്റില്ല. യമദ്വാർ കടന്നു കഴിയുമ്പോൾ അവർക്കൊക്കെ ഒരു തളർച്ച. എത്ര പേർക്ക്, ഞങ്ങളുടെ ഗ്രൂപ്പിലല്ല, എത്ര ആൾക്കാർ അവിടെ മാറി നിന്ന് ഞാനിനി വരുന്നില്ല, അതുവരെ വളരെ പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ളവർ പോലും കടന്നില്ല. അപ്പോൾ ഭഗവാൻ അത്രയും വിശ്വാസം ഉള്ളവർക്കേ നമുക്ക് യമദ്വാർ കടന്നു പോകാൻ പറ്റും. അവിടെ നിന്ന് തുടങ്ങും പരിക്രമം. അവിടെ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഭഗവാന്റെ ദക്ഷിണമുഖമാണ് കണ്ടുപോകുന്നത്. കുറേ ദൂരം കുതിരപ്പുറത്തും നടന്നിട്ടും ആൾക്കാർ പോകുന്നത്. നമ്മൾ കുതിരയിൽ പോകുന്നു, പക്ഷെ എന്നാലും കൂടുതലും നമ്മൾ നടക്കുകയാണ്. ആ ദേവഭൂമിയിൽ നമ്മുടെ പാദസ്പർശം എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ട് നടന്ന് അത് ഏകദേശം ഒരു 14 കിലോമീറ്ററോളമുണ്ട്. അത് നടന്ന് പോകുന്ന വഴിക്ക് നമുക്ക് ഭഗവാന്റെ പടിഞ്ഞാറേ മുഖം കാണാൻ പറ്റും. നടന്ന് 12 മണിക്ക് നടന്നു തുടങ്ങി 4 മണിയായപ്പോൾ നമ്മൾ വടക്കേ മുഖം എത്തി. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കാണ് ഭഗവാനെ. നമ്മൾ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന കൈലാസനാഥൻ, ആ ശിവലിംഗം, ശിവൻ എന്ന് പറയുന്ന ഏകമാണ്. നമ്മളാണ് 3 തൃക്കണ്ണുകളും ഒക്കെ കൊടുത്ത് ഭഗവാനെ സുന്ദരനാക്കിയത് അല്ലേ. ഭഗവാൻ ഏകമാണ്, ഒരു ശിവലിംഗമാണ്. ആ ശിവലിംഗമാണ് നമുക്ക് വടക്കുന്നാഥൻ്റെ കാണാൻ പറ്റുന്നത്. എന്തൊരു ഭംഗിയാണ്, തെളിഞ്ഞ ആകാശം. ബാക്കി മലകളൊക്കെ ബ്രൗൺ നിറത്തിലും മഞ്ഞ് ഒന്നുമില്ലാതെ കല്ലും മണ്ണും ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ കൈലാസനാഥൻ നല്ല ഒത്ത കറുത്ത നിറത്തിൽ ആ ഒരു ഷേപ്പിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു കാഴ്ച മനസ്സിൽ നിന്ന് ഇപ്പോഴും പോകില്ല. എന്നും അതാലോചിച്ച് നമസ്കരിക്കും. അവിടെ അങ്ങനെ നിന്നു കുറേ നേരം, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ അവിടെ നിന്ന്. ഭയങ്കര തണുപ്പായിരുന്നു. എന്നാലും കൊണ്ടുപോയ കർപ്പൂരവും കൂവളത്തിലെയും എല്ലാം കയറി ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, ഇപ്പം സമ്മതിക്കില്ല. എന്നാലും നമ്മൾക്ക് എത്താൻ പറ്റുന്നിടത്തോളം ദൂരത്ത് പോയി അത് ആരതി ഒഴിഞ്ഞ് അവിടെ സമർപ്പിക്കാൻ പറ്റി. എന്നിട്ട് തിരിച്ച് ടെൻറ്റുകളിലേക്ക് പോകുന്നു. ഇനി എന്തെങ്കിലും ഒരു അത്ഭുതം അവിടെ കണ്ടുവോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്രയും ഭഗവാനിലേക്ക് ഒന്ന് ലയിച്ച് പോയതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക്. പിറ്റേ ദിവസം രാവിലെ സ്നോഫോൾ ആയിരുന്നു. അപ്പോൾ തലേ ദിവസം വൈകുന്നേരമേ ചെറുതായിട്ട് മഞ്ഞുവീഴ്ച തുടങ്ങിയിരുന്നു, വളരെ ചെറുതായിട്ട്. അപ്പോൾ ആ മഞ്ഞുവീഴ്ചയും കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവിടെ ഭഗവാനും പാർവതി ദേവിയുണ്ട്, അവിടെ കുട്ടി ഗണേശൻ കളിക്കുന്നുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി വഴക്കിടുന്നുണ്ട്. അത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോൾ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ മഞ്ഞിങ്ങനെ വന്ന് വീണ് ഗണപതി ഭഗവാന്റെ മുഖം തെളിഞ്ഞു വന്നു അവിടെ. അപ്പോൾ നീ വിചാരിക്കുന്നത് ശരിയാണ്, ഞാനിവിടെയുണ്ട്. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരെ കൂടിപ്പോയി വിളിച്ചുകൊണ്ടു വരൂ ദേ നോക്കൂ ഭഗവാനെ കാണാനായിട്ട് വന്ന് കാണിച്ചു. എല്ലാവർക്കും മനസ്സിലായി അതങ്ങനെ നിന്നു. പിറ്റേ ദിവസം കുറച്ചും കൂടി ശക്തമായ മഞ്ഞു വീഴ്ചയായിരുന്നു. എന്നാലും അവിടെ നിന്ന് തൊഴുത് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ഹനുമാൻ സ്വാമിയാണ്. ആഞ്ജനേയൻ അവിടെയാണല്ലോ ചിരഞ്ജീവിയായിട്ട് ഇരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി. ശരിക്കും പ്രായമായ ഹനുമാൻ സ്വാമിയുടെ മുഖം നല്ലവണ്ണം തെളിഞ്ഞു കാണിച്ചു തന്നു. ഞാനിവിടെ ഉണ്ട്, നീ മനസ്സിൽ കരുതിയതും. ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്നതാണ് ഭഗവാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നാമം ജപിക്കുന്നതും. ഓരോ യാത്രയ്ക്കും ഞാൻ ഹനുമാൻ സ്വാമിയെ ചിന്തിക്കും. യാത്രകൾക്ക് ബുദ്ധിമുട്ട്, ഞാനിവിടെ ഉണ്ട്, നീ ഇവിടെ നിന്ന് കാണുന്നതൊക്കെ എന്നെയൊക്കെ കൂടെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഹനുമാൻ സ്വാമി അത് എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചു. അത് സൂം ചെയ്തൊക്കെ വെച്ചു. ഞാൻ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇങ്ങനെ കണ്ണിൽ കാണിച്ചു തരികയാണ് നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നും എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന എനിക്ക്
ഞാനും ഇവിടെ ഉണ്ട് എന്നുള്ള രൂപത്തിൽ, ശംഖിൻ്റെ രൂപത്തിൽ മഞ്ഞ് തെളിഞ്ഞു വന്നു. അത് അത്യത്ഭുതമായി. നിനക്ക് കൂട്ട് ഞാനും ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ ഒരു സന്തോഷം. എല്ലാം ഒന്ന് തൊഴുത് നമസ്കരിച്ച് കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ കൈലാസ ദർശനം എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ളത് ആ ഒരു വിശ്വാസം. ഇനിയും ഒക്കുമെങ്കിൽ ഭഗവാൻ വിളിച്ചാൽ ഒരിക്കൽ കൂടി പോകണം. അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ, 69 വയസ്സ് വരെ പോകാൻ പറ്റുള്ളൂ. അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം എത്ര ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒന്നും കൂടി പോകണം. ഭഗവാനെ അതിൻ്റെ അനുഗ്രഹം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൈലാസം. പിന്നെ ഡോൾമ പാസ് ഒന്നും കയറിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലെ സങ്കല്പത്തിൽ മഹാദേവൻ്റെ അമ്പലങ്ങളിൽ 3/4 പ്രദക്ഷിണമേ വയ്ക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ തെക്ക് മുഖം കണ്ടു, പടിഞ്ഞാറേ മുഖം കണ്ടു, വടക്ക് ദർശനം കെട്ടി തിരിച്ചു വരിക. അല്ലാണ്ട് അവിടെ ക്രോസ് ചെയ്ത് കിഴക്കേ മുഖം കാണുക എന്നുള്ളത് ഒരു ഓവായിട്ടാണ് ഞാൻ ഡോൾമ. ആ ഓവിൻ്റെ ഭാഗമാണ് ഒരു ഡോൾമ പാസ് എന്ന് പറയുന്നത്, ആ പൊക്കമുള്ള മല. അത് എൻ്റെ സങ്കല്പത്തിൽ അത് ശരിയല്ല എന്നുള്ളതായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയില്ല. ഞാൻ ഈ പ്രദക്ഷിണം കഴിഞ്ഞ്, പരിക്രമണം കഴിഞ്ഞ് ഞാൻ തിരികെ വരിക ചെയ്തത്. അത് ഈ ഒരു അനുഭവം ഞാൻ ആർക്കൊക്കെ പോകാൻ പറ്റുമോ അവരെല്ലാവരും ആദ്യം മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് അങ്ങ് അടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശാരീരിക ക്ഷമതയെ നമ്മൾ ശരിയാ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ലങ് കപ്പാസിറ്റി PFT TMT എന്നൊക്കെ പറയുന്നത് ചെയ്യണം. അതൊക്കെ അതിൻ്റെ നാച്ചുറലായിട്ട് പോകും. പക്ഷേ എന്നാലും എല്ലാവർക്കും പോയി എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ഭഗവാനിൽ വിശ്വാസമുണ്ടെങ്കിൽ എല്ലാവർക്കും പോകാൻ പറ്റും. പിന്നെ ചേച്ചി ചോദിച്ചല്ലോ ഈ തിരുവാതിരക്കളി എങ്ങനെ സാധിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും മാനസരോവറിലൊന്ന് പോകണം എന്ന് തോന്നി. ഞങ്ങൾ മാനസരോവറിൻ്റെ കരയ്ക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടേതായിട്ടുള്ള തനതായ കലാരൂപമാണ് തിരുവാതിര. നമ്മുടെ കയ്യിൽ വേഷങ്ങളൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ചിന്തിച്ചു, അവിടെ നിന്ന് ആദ്യം എല്ലാവരും കൂടെ ബഹളം വെച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ തോന്നി, നമുക്കൊന്ന് ഒരു 4 ചുവട് വെച്ചാലോ ഭഗവാന്റെ മുന്നിൽ. ഭഗവാൻ ഇങ്ങനെ നോക്കി നിൽക്കണം. മാനസരോവറിൽ നിന്നാലും കാണാം ഭഗവാനെ. അപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് കാണും. ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണല്ലോ തിരുവാതിരക്കളി. അപ്പോൾ നമുക്കൊരു 4 ചുവടെങ്കിലും വെക്കാം എന്ന് വെച്ച്. അപ്പോൾ അതിലൊരു കുട്ടിക്ക് നല്ലോണം തിരുവാതിര അറിയണതും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഒരു 4 ചുവട് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ തിരുവാതിരക്കളി കളിച്ച് നമസ്കരിച്ച് പൂർണ്ണ തൃപ്തിയോടുകൂടി സംതൃപ്തിയോടുകൂടി തിരിച്ചു വന്നു. ഇത് യാത്രയ്ക്ക് ദൈവാധീനമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യാത്ര പൂർണ്ണമാക്കാൻ പറ്റില്ല. ആ ഒരു പരിക്രമണം അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം നമ്മൾ അത്രയ്ക്ക് മനസ്സിലേക്ക് ധ്യാനിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് പോയാൽ എന്തും സാധിക്കും. പിന്നെ ഈ യാത്രകൾക്കൊക്കെ വേണ്ടുന്നത്, ഏറ്റവും വേണ്ടുന്നത്, എന്ത് പരീക്ഷണം തന്നാലും എന്ത് കഠിനമായ അനുഭവങ്ങൾ തന്നാലും ആ ഒരു അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ വരണം. അത് ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകും. നന്ദി കേട്ടോ, ഇത്രയൊക്കെ പറഞ്ഞു തന്നു. നമുക്കും ഈശ്വരനോട് സമർപ്പിച്ച് നമുക്കും ശ്രമിച്ചു നോക്കാം. അത്രയും താല്പര്യമുണ്ട് മനസ്സിലെന്നുണ്ടെങ്കിൽ, ദൈവാനുഗ്രഹം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അത് സാധിക്കട്ടെ എല്ലാവർക്കും. പാർവതി വല്ലഭ. ഓം നമഃ ശിവായ.